നമസ്കാരം. ഗുജറാത്തിലെ മുൻ IPS ഉദ്യോഗസ്ഥനും BJPയുടെയും നരേന്ദ്രമോദിയുടെയും നിരന്തര വിമർശകനുമായ സഞ്ജീവ് ഭട്ടിന് വീണ്ടും 20 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു ഗുജറാത്തിലെ ഒരു സെഷൻസ് കോടതി. എന്ന് വെച്ചാൽ 28 വർഷം മുമ്പുള്ളൊരു കേസാണ്. ഒരു അഭിഭാഷകനെ ലഹരി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളൊരു പരാതിയുടെ പുറത്ത് വന്നൊരു കേസാണ്. അതിലിപ്പോൾ 20 വർഷം കൂടി സഞ്ജീവ് ഭട്ടിന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഓൾറെഡി 1990 രജിസ്റ്റർ ചെയ്ത ഒരു കസ്റ്റഡി മരണക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജീവ് ഭട്ട്. അതിൻ്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാലുടൻ ഈ ശിക്ഷ കൂടി അനുഭവിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും സഞ്ജീവ് ഭട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്കും കുടുംബത്തിനുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ വിഷയം നമ്മൾ ആദ്യം സംസാരിക്കുകയാണ്. അജിംസ്, എങ്ങനെയാണ് ഈ ഒരു പുതിയ ശിക്ഷാവിധിയെ കൂടി കാണുന്നത്? ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന കേസിലുള്ള കൺവിക്ഷനും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. ഏതാണ്ട് അതും ഒരു 3 പതിറ്റാണ്ട് മുമ്പുള്ള കേസ്. അദ്ദേഹം ASP ആയിരുന്ന സമയത്ത് IPS കിട്ടിയ ആദ്യത്തെ പോസ്റ്റിംഗാണ് ASP എന്ന് പറയുന്നത്. അത് ഗുജറാത്തിൽ അദ്ദേഹം ഒരു ASP ആയിരുന്ന സമയത്ത് ഒരുപാട് റയട്ട് നടക്കുകയാണ്. LK അഡ്വാനിയുടെ രഥയാത്രയോടനുബന്ധിച്ച് ഗുജറാത്തിൽ ഒരു റയട്ട് നടക്കുകയാണ്. റയട്ട് നടന്നപ്പോൾ റയട്ട് ചെയ്ത കുറേ അധികം ആളുകളെ അവിടുത്തെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ആളുകൾ കസ്റ്റഡിയിലെടുത്തു, പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചു. അതിനുശേഷം അവർ വിട്ടയച്ചു. റയട്ട് കഴിഞ്ഞപ്പോൾ അവർ വിട്ടയച്ചു. അപ്പോൾ ഈ റയട്ടിൽ കസ്റ്റഡിയിലെടുത്ത ഒരാൾ കിഡ്നി വീക്കായ ഒരാളായിരുന്നു. അയാൾ വിട്ടയച്ചതിന് ശേഷം ആശുപത്രിയിൽ പോയി കിഡ്നി വീക്കായി മരിച്ചു പോയതാണ്. അപ്പോൾ കിഡ്നി വീക്കായി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇത് കസ്റ്റഡി കൊലപാതകമാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അതിൽ അന്വേഷണം നടന്നിട്ട് അതിലൊന്നുമില്ല, അയാൾ കിഡ്നി ഫെയിലറായി മരിച്ചതാണ്, അദ്ദേഹത്തിന് മർദ്ദനമേറ്റതല്ല എന്ന റിപ്പോർട്ട് വന്നത്. ആ കേസ് തീർന്ന കേസാണ്. ഈ 2017 വീണ്ടും കുത്തിപ്പൊക്കിയെടുത്ത് ഇദ്ദേഹം അന്ന് ASP ആണ്. അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആ റയറ്റിൻ്റെ സമയത്ത് അദ്ദേഹം ആ സിറ്റിയിലുണ്ടായിരുന്നു, റയറ്റ് നടന്ന സിറ്റിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ 20 വർഷം അദ്ദേഹത്തെ കൺവിക്ട് ചെയ്യാനുള്ള കാരണം. ഇതും സമാനമായ കേസാണ്. അദ്ദേഹം SP ആയിരുന്ന സമയത്ത്, ബനസ്കന്ധയിൽ SP ആയിരുന്ന സമയത്ത് പാലൻപൂർ രാജസ്ഥാൻ ബോർഡറിലുള്ള ഒരു സ്ഥലത്തുള്ള ഒരു അഭിഭാഷകൻ ഗുജറാത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെടുത്തു. അദ്ദേഹം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതൊന്നും സഞ്ജീവ് ഭട്ട് അറിയുന്ന കാര്യങ്ങളല്ല കേട്ടോ. അദ്ദേഹം SP ആണ്, അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയായിട്ടിരിക്കുകയാണ്. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. പിന്നീട് പോലീസ് കൃത്രിമമായി ഏതോ ഒരു പോലീസുകാരൻ ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി, ഒരു അഭിഭാഷകനാണ് അദ്ദേഹം, കൃത്രിമമായി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ മയക്കുമരുന്ന് വച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതാണെന്ന് ഈ അഭിഭാഷകൻ പിന്നീട് കോടതിയിൽ പോയി അത് അന്വേഷിക്കണം പറഞ്ഞു. അന്വേഷണത്തിലും അത് കഴിഞ്ഞു അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് വിട്ടയച്ച കേസാണ്. അത് വീണ്ടും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആ കേസ് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ടത് അന്ന് അവിടെ SP ആയിരുന്നു എന്നുള്ള കാരണത്താൽ, ആ ജില്ലാ പോലീസ് മേധാവിയായിരുന്നു എന്ന കാരണത്താലാണ് ആ മനുഷ്യൻ വീണ്ടും ഒരു 20 വർഷം കൂടി, അതായത് ഇപ്പോൾ 5.5 വർഷം അദ്ദേഹം വിചാരണ തടവുകാരനായിരുന്നു. 5.5 വർഷം വിചാരണ തടവുകാരെന്ന് കൂടാതെ അദ്ദേഹം 20 വർഷം കൂടി അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ നിലവിലെ 2 കേസിലെ കോടതി വിധി പ്രകാരം അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും പുറത്തിറങ്ങാൻ പോകുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കൺവിക്ഷനെതിരെ ഇങ്ങനെ പുതിയ കുറ്റം ചുമത്തി അദ്ദേഹം ജയിലടച്ചതിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അഭിഭാഷകർ വഴി സുപ്രീം കോടതിയിൽ പോയിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ ശിക്ഷ ഇദ്ദേഹത്തിനെതിരെയുള്ള ചാർജ് ഷീറ്റ് റദ്ദാക്കണം, ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം എന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി പോകുമ്പോൾ ആ ഹർജികളെല്ലാം ഒരു പ്രത്യേക ബെഞ്ചിൽ വരികയും അത് തള്ളുകയാണ് ഉണ്ടായത്. പല പ്രാവശ്യം അവർ ശ്രമിച്ചു, എല്ലാം തള്ളുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ വിചാരണ കോടതി ഇദ്ദേഹത്തെ 2 കേസിലും ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇനി ഇവർ ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞാൽ ഇനി ഈ ശിക്ഷാവിധിക്കെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കാം. നമുക്കറിയാം സ്വാഭാവികമായി ഗുജറാത്ത് ഹൈക്കോടതിയിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അവിടെ നിന്ന് ആ കേസ് അത് തള്ളിയതിന് ശേഷം വീണ്ടും സുപ്രീം കോടതിയിൽ പോകാം. സുപ്രീം കോടതിയിൽ പോയാൽ ഏത് ബെഞ്ചിലേക്കായിരിക്കും അത് വരിക? കാരണം ഏത് ബെഞ്ചിലേക്ക് ചില ഹർജികൾ വരണം എന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ചില ഗൂഢാലോചന, കോൺസ്പിറസികൾ നടക്കുന്നുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു പരത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെയാണ് 600 അഭിഭാഷകർ ഒപ്പിട്ട ഒരു കത്ത് ചീഫ് ജസ്റ്റിസിന് കൊടുത്തത്. അത് എന്തിനാണ് കത്ത് കൊടുത്തതെന്ന് നമുക്കറിയില്ല. അത് സുപ്രീം കോടതിയെ ഇങ്ങനെ നാണം കെടുത്തുകയാണ് ചിലർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണോ, അതല്ല ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് എന്ന കാര്യം സുപ്രീം കോടതിയെ ശ്രദ്ധപ്പെടുത്തുകയാണെന്ന് അറിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി കേസുകളും മറ്റും ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ എത്തിയാൽ ചില പ്രത്യേക ബെഞ്ചുകളിലേക്ക് ഹർജി പോകും. അപ്പോൾ മാസ്റ്റർ ഓഫ് ദ റോസ്റ്റർ എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഏത് ഹർജികൾ ഏത് ബെഞ്ച് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി രജിസ്ട്രാർ തീരുമാനിക്കുന്നത്. എന്നിരിക്കെ ഇത് ചില ബെഞ്ചുകളിലേക്ക് മാത്രം ചില പ്രത്യേക കേസുകൾ പോകുന്നു എന്നുള്ളത് സുപ്രീം കോടതിക്ക് അപമാനകരമാണ്, നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അപമാനകരമാണ് എന്നാണ് ഇന്നലെ 600 അഭിഭാഷകർ ഒപ്പിട്ട, ഹരീഷ് സാൽവെയൊക്കെ അതിൽ ഒപ്പിട്ട കത്ത് ഇന്നലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പോയത്. അപ്പോൾ ഇനി സഞ്ജീവ് ഭട്ടിന് മുമ്പിലുള്ളത് എന്താണ്? ഇനി സുപ്രീം കോടതിയിൽ ഏതെങ്കിലും ഒരു
ബെഞ്ച് അത് പരിഗണിച്ച് അദ്ദേഹത്തിന് അല്ലെങ്കിൽ റിലീഫ് കൊടുക്കുക എന്നുള്ളതാണ്. ഹൈക്കോടതി കഴിഞ്ഞിട്ട് വേണം ഹൈക്കോടതി എന്തായാലും കിട്ടില്ല, നമുക്ക് ഉറപ്പാണ്. ഗുജറാത്ത് ഹൈക്കോടതിയാണ്, എങ്ങനെയാണ് അത് പെരുമാറാൻ നമുക്ക് അവിടെ നിന്ന് വരുന്ന വിധിന്യായങ്ങളുടെ ഒരു സ്വഭാവം നമുക്കറിയാം. അപ്പോൾ ഒരർത്ഥത്തിലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് സഞ്ജീവ് ഭട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവും. നമ്മൾ ആലോചിക്കുന്നത് ഈ സഞ്ജീവ് ഭട്ടിനെ എത്ര പേർ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണല്ലോ ഏറ്റവും വലിയ പ്രധാനം. കാരണം സഞ്ജീവ് ഭട്ടാണ് ആദ്യത്തെ ഒരു വിസിൽ ബ്ലോവർ. ഒരർത്ഥത്തിൽ അഴിമതിക്കെതിരെയല്ല, രാജ്യം ജനാധിപത്യം അസ്ഥിരപ്പെടുന്നു എന്ന അർത്ഥത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച് സ്വന്തം കരിയറും സ്വന്തം ലൈഫും ബലി കഴിച്ചുകൊണ്ട് ഈ രാജ്യം ജനാധിപത്യ അപകടത്തിലേക്കാണെന്ന് ആദ്യം വിളിച്ചു പറയുന്ന ഒരാളാണ് സഞ്ജീവ് ഭട്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഗുജറാത്ത് കലാപകാലത്ത് അദ്ദേഹം കണ്ടത് എന്താണ് എന്ന് സത്യസന്ധമായി അദ്ദേഹം സുപ്രീം കോടതി അറിയിക്കുകയാണ്. ഞാൻ കണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് സുപ്രീം കോടതി അറിയിക്കുകയാണ്. സുപ്രീം കോടതി അറിയിക്കുന്ന സംഭവത്തിൽ അതിൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നു. അദ്ദേഹം കണ്ട കാര്യങ്ങൾ തെറ്റാണ് എന്നാണ് SIT കണ്ടെത്തിയത്. അതേസമയം തന്നെ സുപ്രീം കോടതി നിയോഗിച്ച ഒരു അമിക്കസ് ക്യൂറി ഉണ്ടായിരുന്നു. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഈ സഞ്ജീവ് ഭട്ട് പറയുന്നത് ശരിയാണ് എന്നാണ്. അപ്പോൾ അമിക്കസ് ക്യൂറി അവിശ്വസിക്കുകയും SITയുടെ കണ്ടെത്തലുകളെ ശരിവെക്കുകയും ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള വിധി നടത്തിയത്. പക്ഷേ അതിനുശേഷവും സഞ്ജീവ് ഭട്ടും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ഭരണകൂടം പരമാവധി ദ്രോഹിക്കുമ്പോഴും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോഴും പിന്നീട് പിരിച്ചുവിടുമ്പോഴും എല്ലാം അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു 2017 വരെ. അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ എന്തിനാണ് സ്വന്തം ജീവിതവും സ്വന്തം കരിയറും സ്വന്തം കുടുംബവും ബലി കഴിച്ചുകൊണ്ട് ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മുടെ സൊസൈറ്റി എന്ന നിലയിൽ ആസ് എ സൊസൈറ്റി, ഇപ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ഇപ്പോഴത്തെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരോ 140 കോടി ജനങ്ങളും BJPക്ക് വോട്ട് ചെയ്യുന്നവരല്ലല്ലോ. അതല്ലാത്ത മനുഷ്യരുണ്ടല്ലോ, മറ്റുള്ളവർ വോട്ട് ചെയ്യുന്നവരും. ഇപ്പോൾ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ഐഡിയോളജി പിൻപറ്റാത്തവരാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷവും. എന്നിരിക്കെ ഒരു സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ എത്രമാത്രം സഞ്ജീവ് ഭട്ടിനെ ഓർക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഓർക്കുന്നില്ലെങ്കിൽ നമ്മളൊരു മോറലി ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണെന്ന് പറയേണ്ടി വരും. കാരണം സഞ്ജീവ് ഭട്ടിനെ നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ നമ്മൾ മോറലി ബാങ്ക്രപ്റ്റാണ്. ധാർമ്മികമായി അധപ്പതിച്ച ഒരു സമൂഹമായി, ജനാധിപത്യത്തിൻ്റെ ധാർമ്മികത മറന്നൊരു സമൂഹമായി നമ്മൾ മാറുന്നു എന്ന് പറയേണ്ടി വരും. അത് ഇവിടുത്തെ പ്രതിപക്ഷമാവട്ടെ, ഇവിടുത്തെ സിവിൽ സൊസൈറ്റി ആവട്ടെ, ഒന്നും വേണ്ട, പത്രം വായിക്കുന്ന, വാർത്തകൾ അറിയുന്ന സാധാരണ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ സഞ്ജീവ് ഭട്ടിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എത്രമാത്രം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ധാർമ്മിക നിലവാരം അളക്കേണ്ടത്. സാഹിബ്, സഞ്ജീവ് ഭട്ടിനെതിരായ പുതിയ വിധിയെ, അദ്ദേഹത്തിൻ്റെ വിധിയെ എങ്ങനെ കാണേണ്ടതുണ്ട്? അല്ല, അത് സഞ്ജീവ് ഭട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ അജിംസ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഉദ്യോഗത്തിൽ നിൽക്കുന്ന, വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കാവുന്ന ഒരാളാണ്. സാധാരണ ഈ അലമ്പിൽ പോകേണ്ട കാര്യമില്ല. അയാൾ മര്യാദക്ക് ജോലി ചെയ്ത് പെൻഷൻ പറ്റി നല്ല പെൻഷൻ മേടിച്ച് പോസ്റ്റ് റിട്ടയർമെൻറ്റ് പോസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അങ്ങനെയൊക്കെ ജീവിച്ച് പോകാവുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം ജയിലിലായി എന്നുള്ളത് അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. സത്യം വിളിച്ചു പറഞ്ഞതെന്ന് മാത്രമല്ല, നമ്മൾ സത്യം പറയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അദ്ദേഹം ചെയ്യുന്നത് മസ്തകത്തിൽ പ്രഹരിക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുന്ന, വർഗീയതയുടെ പ്രസരണ കേന്ദ്രമായിട്ടുള്ള ഈ ശക്തികൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലാണ് ഇടിക്കുന്നത്. സഞ്ജീവ് മർമ്മത്തിലാണ് ഇടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വളരെ എളുപ്പം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ അബ്ദുൽ നാസർ മഹദിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹം നോക്കൂ, അദ്ദേഹം ആശുപത്രി കിടക്കുകയാണ്. ആ മനുഷ്യൻ്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കൂ. ആ മനുഷ്യൻ്റെ ജീവിതം ഇത്രയും അധികം സ്വന്തം ശരീരം, സ്വന്തം ജീവിതം, സ്വന്തം ആയുസ് ഈ ബലി കഴിക്കേണ്ടി വന്നൊരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരളത്തിലുണ്ടോ? എന്തുകൊണ്ടാണ് നിരന്തരം ഈ മനുഷ്യനിങ്ങനെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്നത്? ആരാണ് അദ്ദേഹത്തെ വേട്ടയാടി? ആദ്യം അദ്ദേഹത്തിനെതിരെ ബോംബെറിയുന്നത് RSSകാരാണ്. RSSകാർ ബോംബെറിയുന്നു, അദ്ദേഹത്തിന് ഒരു കാൽ നഷ്ടപ്പെടുന്നു. ഒറ്റക്കാലം മദനി മറ്റേക്കാലം സൂക്ഷിച്ചു എന്ന മുദ്രാവാക്യം മുഴങ്ങുന്നു. എന്നിട്ട് ആ മനുഷ്യൻ ചെയ്യുന്ന എന്താണ്? അദ്ദേഹത്തിന് ബോംബെറിഞ്ഞ് കാൽ തകർത്ത ആളുകൾക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഭരണകൂടം വേട്ടയാടുന്നു. കോയമ്പത്തൂർ ജയിലിൽ 9.5 വർഷം കഴിഞ്ഞിട്ട് താങ്കൾ പ്രതിയല്ല, പൊയ്ക്കോളൂ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങുന്നു, ബാംഗ്ലൂർ കേസിൽ പെടുത്തുന്നു. ഇങ്ങനെ പോയല്ലോ. എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ വേട്ടയാടപ്പെട്ടു എന്ന് നമ്മൾ ആലോചിച്ചാൽ, ഈ നേരത്തെ പറഞ്ഞ മസ്തകത്തിൽ പ്രഹരിക്കുക, മർമ്മത്തിൽ ഇടിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു മഹദിനി ഉയർത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അവർണ്ണന് അധികാരം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം, അവർണ്ണന അധികാരം എന്നുള്ള ഒരു ആശയം നമ്മുടെ അക്കാഡമിക് ഇതിനകത്തുണ്ട്. അതല്ല, ഇതിനെ ഒരു പോപ്പുലർ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരികയാണ് മഹദിനി ചെയ്യുന്നത്. ദലിത് മുസ്ലിം ഐക്യം, ദലിത് പിന്നോക്ക ഐക്യം. ഒരു കാര്യം സൈഫ് ശ്രദ്ധിക്കുന്നുണ്ടോ?
ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കെ ശിവഗിരിയിൽ പോലീസ് കയറിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പോലീസ് ശിവഗിരിയിൽ കയറി അതിക്രമം കാണിച്ചു, ബൂട്ടിട്ട് കയറിയെന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിക്കപ്പെട്ടു. ആരാ ഹർത്താൽ പ്രഖ്യാപിച്ചതെന്ന് ഓർമ്മയുണ്ടോ? PDP ആണ്. അബ്ദുൽ നാസർ മദനിയുടെ PDP ആണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. അത് വലിയ വിജയമായിരുന്നു. അദ്ദേഹവും ശാശ്വതീകാനന്ദ സ്വാമികളും തമ്മിൽ വളരെ വലിയ അടുപ്പമുണ്ടായിരുന്നു. അവർ തമ്മിൽ ചില രാഷ്ട്രീയ ചർച്ചകൾ, ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചില ആലോചന നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്താ സംഭവിക്കുന്നത്? അബ്ദുൽ നാസർ മദനി ജയിലിലേക്ക് പോകുക മാത്രമല്ല, ശാശ്വതീകാനന്ദ പിന്നെ മുങ്ങി മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നീന്തലറിയാവുന്ന ശാശ്വതീകാനന്ദ എങ്ങനെ മുങ്ങി മരിച്ചു എന്നുള്ളത് ഇന്നും ദുരൂഹമായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ മർമ്മത്തിൽ പ്രഹരിക്കുന്ന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാൽ നിങ്ങൾ വേട്ടയാടപ്പെടുന്നല്ല, നിരന്തരം വേട്ടയാടപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഭീമ കൊറേഗാവ് കേസെടുക്കുക. ഇതിലും സഞ്ജീവ് ഭട്ടിൻ്റെ കേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിശ്ചയമായി നമ്മൾ ഓർക്കേണ്ട ഒരു കേസാണ് ഭീമ കൊറേഗാവ് കേസ്, BK എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഭീമ കൊറേഗാവ് കേസ്? ഭീമ കൊറേഗാവ് എന്ന് പറയുന്നത് പൂനെയിലുള്ള ഒരു ഗ്രാമമാണ്. അവിടെ 1918 നടന്ന പേഷ്വായും മെഹർ ജാതിക്കാരും തമ്മിൽ നടന്ന യുദ്ധം, അതിൻ്റെ വാർഷികത്തിന് ദലിതുകൾ അവിടെ, അതിൻ്റെ 100ാം വാർഷികമാണ് 2018 നടക്കുന്നത്. 2018 ഡിസംബർ 31, ജനുവരി 1 തീയതികളായിട്ട്. അപ്പോൾ അവിടെ ഈ ആഘോഷ പരിപാടികൾക്കായി ചേർന്ന ആളുകൾക്കെതിരെ സവർണ വിഭാഗം ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഭീമ കൊറേഗാവ് കേസായിട്ട് പറഞ്ഞത്. ഭീമ കൊറേഗാവ് കേസ് പിന്നെ ഡെവലപ്പ് ചെയ്ത് എവിടെ എത്തുന്നു ചോദിച്ചാൽ, ഇന്ത്യയിലെമ്പാടുമുള്ള ആക്ടിവിസ്റ്റുകളും ബുദ്ധിജീവികളുമായിട്ടുള്ള ഒരു ഡസനോളം ആളുകൾക്കെതിരെ UAPA ചാർത്തുന്നു. അവർക്കെതിരെയുള്ള കേസ് എന്താണ്? അവർ നരേന്ദ്രമോദിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി. പിന്നീട് അതിലാണ് സ്റ്റാൻ സ്വാമി അകത്താവുന്നത്. സ്റ്റാൻ സ്വാമി ജയിലിൽ കിടന്ന് മരിക്കുന്നു. പിന്നെ ഇവരുടെ എല്ലാം ലാപ്ടോപ്പിൽ മാൾവെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഈ കേസ് മാനുഫാക്ചർ ചെയ്തെന്ന കാര്യം വെളിപ്പെട്ട് വരുന്നു. ഇനി ആ കേസിലാകപ്പെട്ടിരിക്കുന്ന ആളുകളെ സേഫ് ഒന്ന് പരിശോധിക്കണം. അവരൊക്കെ എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള മനുഷ്യരാണ്. ഇപ്പോൾ സുധാ ഭരദ്വാജ് എടുക്കുക. സുധാ ഭരദ്വാജ് ആരാണ്? സുധാ ഭരദ്വാജ് അമേരിക്കയിലെ ബോസ്റ്റണിൽ ജനിച്ച് UK എഡ്യൂക്കേറ്റഡായ വളരെ സമ്പന്നമായ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ IIT-യിലാണ് പിന്നെ ഒരു വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത്. അവരുടെ അമ്മയാണ് പിന്നെ കൃഷ്ണ ഭരദ്വാജ്, ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ എക്കണോമിക് പോളിസി സ്റ്റഡീസ് അത് സ്ഥാപിക്കുന്ന, ആ സ്കൂൾ സ്ഥാപിക്കുന്നവരാണ്. വളരെ ഉയർന്ന നിലവാരത്തിലുള്ള വളരെ സമ്പന്നമായ പശ്ചാത്തലത്തിൽ വരുന്ന സ്ത്രീയാണ് സുധാ ഭരദ്വാജ്. അതിൽ ബാക്കിയുള്ള ആളുകൾ എടുക്കുക. അരുൺ ഫെറീറ, മലയാളിയായിട്ടുള്ള ഹാനി ബാബു ഉണ്ട്, റോണ വിൽസൺ ഉണ്ട്, ആനന്ദ് ടെൽറ്റുംഡെ എന്ന് പറയുന്നത് ഈ പെട്രോളിയം എൻജിനീയറിങ്ങിൽ ഉയർന്ന വിദ്യാഭ്യാസം, ബിരുദം നേടിയ ആളാണ്. മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്. ഗോവ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനാണ്. അംബേദ്കറുടെ ഗ്രാൻഡ് ഡോട്ടറെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അംബേദ്കറുടെ ഗ്രാൻഡ് സൺ ഇൻ ലോ എന്ന് പറയാവുന്ന ഒരാളാണ് ജയിലിൽ കിടക്കുകയാണ്. എന്താണ് അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ പറയുക? ഈ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ പ്രഹരിക്കുവാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രഹരശേഷിയുള്ളൊരു ആയുധമുണ്ട്. മുസ്ലിം ദലിത് പിന്നോക്ക ഐക്യം എന്ന് പറയുന്നൊരാശയം. അതിൻ്റെ പ്രൊപ്പോണൻസാണ് ഇവർ. ഗൗതം നവ്ലാഖ ഈ കേസിലെ മറ്റൊരു പ്രതിയാണ്. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയുടെ എഡിറ്റോറിയൽ കൺസൾട്ടൻ്റായിട്ടുള്ള ആളുകൾ. ഈ നിലക്ക് ലോ, ജേർണലിസം, മാനേജ്മെൻറ്റ്, സയൻസ് ഈ മേഖലകളിലെല്ലാം വളരെ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇതിലെ പ്രതികളായിട്ടുള്ളത്. അവരാരും വയറ്റുപിഴപ്പിന് ഗതിയില്ലാത്ത ആളുകളല്ല. വളരെ സമ്പന്നമായ പശ്ചാത്തലത്തിൽ വരുന്ന ആളുകളാണ് അവർ മഹാഭൂരിപക്ഷവും. എന്തിനു വേണ്ടിയാണ് അവർ ജയിലിൽ കിടക്കുന്നത്? അവർ ജയിലിൽ കിടക്കുന്നത് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ത്യാഗത്തിലൂടെയാണ് നമ്മുടെ രാഷ്ട്രം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അത് നിലനിൽക്കുന്നതും അത് സംരക്ഷിക്കപ്പെടുന്നതും ഇങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ത്യാഗത്തിലൂടെ, അവരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങളിലൂടെ, അവരുടെ അർപ്പണത്തിലൂടെയാണ്. ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്വയം സമർപ്പിച്ച ഒരു മഹാമനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ സന്ദർഭത്തിൽ നമ്മൾ സഞ്ജീവ് ഭട്ടിനെ ഓർക്കുകയാണ് വേണ്ടത്. തീർച്ചയായും. അപ്പോൾ സഞ്ജീവ് ഭട്ടിൻ്റെ കാര്യത്തിൽ ഇനി സഞ്ജീവ് ഭട്ടിന് ഹൈക്കോടതിയിലേക്ക് പോകാം, സുപ്രീം കോടതിയിലേക്ക് പോകാം. അവിടെയൊക്കെ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള നീതി ലഭിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതി തന്നെയാണ്.